തനിക്ക് പറ്റുമെങ്കിൽ താൻ തന്നെ പോയി കണ്ടുപിടിക്ക്. ഈ കേസിന് പിന്നിലെ ഉള്ളുകളികൾ എന്നോട് വെളിപ്പെടുത്താതെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഈ കേസ് കുത്തിപ്പൊക്കി കോടതിയിൽ എത്തിച്ചതിന് ശേഷം വളരെ വ്യക്തമായൊരു പ്ലാനോട് കൂടിയാ നീയും അമ്മ ഇവിടേക്ക് ഒന്ന് കയറിയത്. ആർക്കാ ഫോൺ ചെയ്തേ? പോലീസിനെ അല്ലേ? എനിക്കൊന്നും അറിയില്ല മോളെ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറ. എന്തായാലും പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞല്ലോ, ഇനി അവര് നോക്കിക്കോളും. ഞാൻ വേണമെങ്കിൽ SP-യോടോ കളക്ടറോടോ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അമ്മായി പേടിക്കണ്ട, കാഞ്ചനയുടെ ജീവന് ഒരാപത്തും പറ്റില്ല. എന്തായാലും പോലീസിലൊരു റിട്ടേൺ കംപ്ലൈന്റ് കൂടെ കൊടുക്കണം. ഹലോ ഹലോ, വാതിൽ തുറക്ക്. തുറക്കാൻ, വാതിൽ തുറക്കാൻ. അമ്മേ, എന്നെ ഇതിനകത്തിട്ട് കൊന്നാ പോലും നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കില്ല. നിന്നെ കൊല്ലാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ നിന്നെ കൊല്ലാതെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്നാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. നിനക്ക് എന്താ വേണ്ടത്? ഈ ചോദ്യം കറക്റ്റാ. എനിക്കെന്താ വേണ്ടതെന്ന്. അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി. അതല്ലാതെ വെറുതെ നീ എന്നെ ഇങ്ങനെ ഇവിടെ അടച്ചിടില്ലല്ലോ. സുഗതം മേനോൻ, നിന്റെ അച്ഛന്റെ സുഹൃത്തും പഴയ പാർട്ട്ണറും. അയാളെ കുറിച്ച് മാത്രം എനിക്കറിയേണ്ടത്. ഒന്ന്, അയാൾ എന്തിനാണ് മാഞ്ഞു മറഞ്ഞുപോയ ഈ കേസ് ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കിയത്? ഇനി രണ്ട്, അയാള് പറഞ്ഞിട്ടാണോ നീയും അമ്മയെ അവന്തിയേട്ടത്തെ കാണാൻ വന്നത്? അല്ല, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ വീണ്ടും കള്ളം പറയുന്നു. ഈ കേസ് കുത്തിപ്പൊക്കിയതിന് പുറകിൽ സുഗതം മേനോനെ കൂടാതെ മറ്റാരൊക്കെ ഉള്ളത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേടോ. തനിക്ക് പറ്റുമെങ്കിൽ താൻ തന്നെ പോയി കണ്ടുപിടിക്ക്. ഈ കേസിന് പിന്നിലെ ഉള്ളുകളികൾ എന്നോട് വെളിപ്പെടുത്താതെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഈ കേസ് കുത്തിപ്പൊക്കി കോടതിയിൽ എത്തിച്ചതിന് ശേഷം വളരെ വ്യക്തമായൊരു പ്ലാനോട് കൂടിയാ നീയും അമ്മ ഇവിടേക്ക് ഒന്ന് കയറിയത്. നിനക്ക് നിന്റെ അമ്മയ്ക്കും ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ആണെങ്കിൽ അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിക്കാൻ ഗതിയില്ലാതെ ഒരു അമ്മയും മോളും എവിടേക്ക് അലഞ്ഞു തിരിഞ്ഞു എന്ന് എനിക്കറിയോ? ഇതുവരെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയോ? ഞങ്ങൾ ഇത്ര നാള് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? അനന്തരവളുടെ കൂടെ നിധി തേടി പോയ അച്ഛൻ ആരോടെ വെടികൊണ്ട് ചത്തു. അഴുകിപ്പോയ എല്ലിൻ കൂടും തലയൊട്ടിയും ഇപ്പൊ പോലീസിന്റെ കയ്യിലാ. ജീവിച്ചിരുന്നപ്പോ അച്ഛനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ മരിച്ച കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും. എടാ, തനിക്കറിയാമോ, അച്ഛൻ വരുത്തി വെച്ച കടം കയറിയ ഞങ്ങൾ മുടിഞ്ഞത്.
ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായത്. ഒടുവിൽ വാടക കൊടുക്കാതെ വീട്ടുടമസ്ഥ ഇറക്കി വിട്ടപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പറയാനുള്ള കള്ളങ്ങളെല്ലാം പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിച്ചു വച്ചിട്ടുണ്ട് നീ. സുഗത മേനോനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിനക്ക് നിന്റെ അമ്മയ്ക്കും വ്യക്തമായിട്ട് അറിയാം. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. എന്നെ കൊന്നാലും എന്റെ കയ്യിൽ നിന്ന് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കിടക്കും. അവിടെ കിടക്ക്. മര്യാദയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അമ്മ വെറുതെ ആവശ്യമില്ലാത്തെന്ന് ആലോചിച്ച് ടെൻഷനാവണ്ട. അർച്ചന എൻ്റെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയത് വിധിയാ. ആ വിധി തന്നെ അവളെയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കൊണ്ടുതരും. അതിന് അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടണ്ടേ മോനെ?